മനുഷ്യരുണരൂ, ഇത് മനുഷ്യരുടെ സ്നേഹമല്ല, അതെയും താണ്ടി പുനിതെന്ന് വെച്ചാൽ എന്താ പറ? അറിയില്ല, എനിക്കും അറിയില്ല, അതാ ചോദിച്ചത്. എന്നുവെച്ചാൽ എന്തോ ഭയങ്കര സംഭവം അറിയാം, അത് മാത്രം ഒന്ന് പാടിയാൽ മതി കേട്ടോ. മനിതരുണർന്ന കൊള്ളു, ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി. ബാക്കിൽ നിന്ന് നല്ല പാട്ടുകാരാ, ഫ്രണ്ടിൽ ഇനി ഞാൻ കേൾക്കുമെന്ന് പേടിച്ചിട്ടും അത്ര കേൾക്കുന്നുള്ളൂ. ഒന്ന് ആദ്യം പിടിച്ചേ, എന്നെ തോപ്പിക്കുന്ന പാട്ടുകാരാണെന്ന് എനിക്കറിയാം, അതിനെ തോപ്പിക്കണ്ട, ഒരു മയത്തിലൊക്കെ. മനിതരുണർന്ന കൊള്ളു, ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി. സൂപ്പർ. അഭിരാമിയെ താലാട്ടും സാമിയെ താൻ താനി നീയും, ശിവകാമി ശിവനി നീയും പാതിയെ അതും പുരിയുമാ. അഭിരാമി ലാലി 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 സുവലാലി ലാലി ലാലി ലാലി. ഓഹോ കൺമണി കൺപോട കാതലൻ നാടെഴുതും കടിതമേ. കൺമണി പൊൻവീട്ടിൽ സൗഖ്യമാ നാടിന്റെ സൗഖ്യമേ. മുന്നണി പാട്ടയിൽ പാട്ട് കൊട്ടത് അവരുടെ കവിത കൊട്ടത്. ഓഹോ அபிராமியே தாலாட்டு சாமியே நான் காண தெரியுமா? சிவகாமியே சிவனமியும் பாதியே அதுவும் உனக்கு புரியுமா? சுவலாலி லாலியே லாலி லாலி, അഭിരാമി ലാലിയേ ലാലി ലാലിയേ. ലിജോ നല്ലൊരു മിമിക്രി ആയിട്ട് ചൊല്ലി. നിങ്ങൾ നിർബന്ധിച്ച ലിജോ കമലഹാസൻ സാറിന്റെ സൗണ്ടിൽ അത് പറയും. വേണോ? വേണ്ട. വീണ്ടും വേണ്ടാന്നോ? ലിജോ ഒന്ന് ട്രൈ ചെയ്യും. ശരിയായി കയ്യടിയോ? മനിതർ ഉണർന്നുകൊള്ള, ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി പുനിതമാനത്. കൈയടിച്ചിൽ ഇഷ്ടപ്പെട്ടില്ല. ഇതല്ലേ രജനീകാന്ത് കലക്കി, സോറി കമലഹാസൻ കലക്കി. ഇത് മൊത്തം ഞാനിവിടെ ഇരിക്കുന്ന ഒരു പർദീസയിലാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് ദൈവം അനുഗ്രഹിച്ച് നല്ല സാമ്പത്തിക സ്ഥിതിയും പിന്നെ അത്യാവശ്യം മനസ്സമാധാനം ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഒരു പരിപാടി കൂടാനുള്ള ഒരു മൂഡ് കിട്ടത്തുള്ളൂ. എത്ര പേര് കാര്യം നിലവിളിച്ച് ചിലപ്പോൾ ഈ അപ്പുറത്തെ ഹോസ്പിറ്റലിലും കയ്യും കാലും വയ്യാണ്ട് മാരകമായ രോഗങ്ങളൊക്കെ വെച്ച് ദൈവം സഹായിച്ച് ഇതുവരെ നമുക്ക് അത്ര ഉണ്ട്. പ്രയാസങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ എന്നാലും ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാക്സിമം സന്തോഷിക്കുക. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. സങ്കടങ്ങളില്ലാത്തവരായിട്ടുമില്ല. പക്ഷെ സന്തോഷം ചെറിയ കിട്ടുന്ന ക്രിസ്മസ് ന്യൂ ഇയറും പിറന്നാളൊക്കെ കിട്ടുന്ന അങ്ങ് മാക്സിമം തകർത്തോണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ പരിപാടിക്ക് എന്തായാലും വന്നു, പല വലിയ കാര്യങ്ങളും മാറ്റി വെച്ച് വന്നു. പക്ഷേ ഇത് മാക്സിമം മുതലെടുക്കേണ്ടത് ആരുടെ കടമയാണ്? നിങ്ങൾ ആ ടെൻഷനും ഇതെല്ലാം കൂടെ കസേര താഴോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ഒരു കൈയും കൂടെ തന്നെ. ഇതിൻ്റെ വലതുവശവും ഇടതുവശവും തമ്മിലടുപ്പിക്കുന്ന ഒരു പരിപാടി എൻ്റെ പരിപാടിയിൽ സ്ഥിരമായിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഇത്രയും നാളും നിങ്ങൾ ഈ തിരുവല്ലയിൽ ഉണ്ടാകുന്ന ഈ ഐക്യം ഞാൻ ഒരൊറ്റ പരിപാടി കൂടെ തകർക്കുക. അത് മാത്രമേ എൻ്റെ ഒരു ചെറിയൊരു നിർദ്ദേശമുള്ളൂ. വലതുവശക്കാർ കമോൺ.